ഇത് ബാംഗ്ലൂരാണ് നടി. ബാംഗ്ലൂർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ആണ് ഫേസ്ബുക്കിൽ. കൂടുതലൊന്നും പറയണ്ടല്ലോ. നടി അന്നേരം കേരളത്തിലില്ല. ബാംഗ്ലൂർ നിൽക്കുന്ന നടി എങ്ങനെ ഇവിടെ എത്തി? ഹായ്, ഹലോ. ഇക്കുത്തിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ കേരളത്തിൽ ചർച്ചാ വിഷയമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ തിരുവനന്തപുരം മേയർ ആര്യയുടെയും ബസ് ഡ്രൈവറായ യദുവിൻ്റെയും വിഷയം. അതിൽ ഇപ്പോൾ ഒരു പുതിയൊരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. ഒരു നായികയെന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ, അവർ സിനിമാ നടി എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ അവരുടെ സിനിമയൊന്നും കണ്ടിട്ടില്ല, എനിക്ക് അവരെ അറിയത്തില്ല. ഞാനിപ്പോൾ ഇന്നലെയാണ് അവരെ ആദ്യമായിട്ട് കാണുന്നത്. അവർ ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ പരാതിയൊന്നും പെട്ടിട്ടില്ല. യദു കൃഷ്ണയ്ക്കെതിരെ പരാതിയൊന്നും കൊടുത്തിട്ടോ, ഇതിനെതിരെ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. അവർ പറഞ്ഞേക്കുന്നത് വെച്ചാൽ, അവരുടെ പോസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഫേസ്ബുക്കിലെ പോസ്റ്റാണ്, ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിനകത്ത് ഇവിടെ രാഷ്ട്രീയം ചർച്ചയാക്കാനോ അല്ലെങ്കിൽ ഒരു ഭാഗം ന്യായീകരിക്കാനോ ഞാൻ നിൽക്കുന്നില്ല. അതായത് അവർ രാഷ്ട്രീയപരമായിട്ടൊന്നും ഇതിനെ കാണുന്നില്ല. അവർക്കുണ്ടായ ഒരു അനുഭവമാണ് അവർ പറയുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കിട്ടില്ല, അതുപോലെയാണ് ഇത്. എൻ്റെ മുഖത്ത് നോക്കി താങ്കൾ പറഞ്ഞ മോശം വാക്കുകൾ ഒരു വണ്ടി ആൾക്കാർ സാക്ഷിയാണെന്ന്. അതായത് ഒരു വണ്ടി നിറച്ചുള്ള ആൾക്കാർ സാക്ഷിയാണ്. അതായത് ഇപ്പം ഈ സിനിമാ നടി വന്നതുപോലെ ഒരു വണ്ടി ആൾക്കാർ കൂടി ഇനി രംഗത്ത് വരുമെന്നാണ് ഒരു സൂചനയാണ് കൊടുത്തേക്കുന്നത്. അതായത് ഇപ്പം സിനിമാ നടി വന്നതുപോലെ ഒരു വണ്ടി ആൾക്കാർ കൂടി, അതായത് ഈ സ്ത്രീ സിനിമാ നടിക്ക് അനുഭവം ഉണ്ടായ അതേ ഡേറ്റിൽ ആ വണ്ടിക്കകത്ത് യാത്ര ചെയ്ത 50-60 പേരായിരിക്കും ഉദ്ദേശിക്കുന്നത്. 60 പേര് ഇനി രംഗത്ത് വരുമെന്നാണ് ഒരു മുന്നറിയിപ്പ് കൊടുത്തതാണ്. കൂടെ സ്ഥലം ബഹുമാനോട് അറിയാൻ വേണ്ടിയും തന്നെയാണ്, അതായത് കൂടെ MVDയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ അറിയാൻ വേണ്ടിയാണ് ഈ പോസ്റ്റ് ഇടുന്നതെന്നും. ഈ ഒരു വിഷയം ചർച്ചയാക്കുമ്പോഴാണ് ഈ ഫോട്ടോ ഉള്ള വ്യക്തിയെ ശ്രദ്ധിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു മേയറായിട്ടുള്ളൊരു വിഷയം ചർച്ചയായപ്പോഴാണ് ഇതേപോലൊരു ആളെ ശ്രദ്ധിക്കുന്നത്, ഈ ഡ്രൈവറെ ശ്രദ്ധിക്കുന്നവർ. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവുമായുള്ള പ്രശ്നം ഇപ്പോൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ. മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകുകയായിരുന്ന ഞാനും എൻ്റെ സഹോദരനും കുന്നുംകുളം റൂട്ടിൽ അറ്റകുറ്റപ്പണി ആയിരുന്നു. അതുകൊണ്ട് ഒരു വണ്ടിക്ക് ജസ്റ്റ് പോകാനുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. സ്ലോ ആയിരുന്നു ആൾറെഡി. ഈ സെയിം KSRTC ബസ് വളരെ വേഗത്തിൽ പല വണ്ടികളെയും മറികടന്ന് എത്തുകയും എൻ്റെ വണ്ടിക്ക് പുറകിൽ കിടന്ന് ഹോൺ മുഴക്കുകയും ചെയ്തു. പോകാൻ സൈഡ് കൊടുക്കാൻ പോലും സൈഡ് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അയാൾ ഇടിച്ചിടിച്ചിരുന്ന മട്ടിൽ വണ്ടി എടുത്ത് മുന്നോട്ട് പോയി. ഞാൻ വണ്ടി നിർത്തി സൈഡാക്കിയെങ്കിലും സ്ലോ മൂവിങ് ആയ ഏരിയ ആയതുകൊണ്ട് വീണ്ടും KSRTCക്ക് പിറകിൽ തന്നെ എത്തി. ഒരു രീതിയിലും സൈഡില്ലാതെ ഏരിയ, അപകടമേഖല പതുക്കെ പോകുക എന്ന വാണിംഗ് ബോർഡ് എല്ലാം ഉണ്ടായിട്ട് ഇങ്ങനെ തന്നെയാണ് KSRTC ബസ്സുകാർ. ഞാനും വാശിയായി. അദ്ദേഹം എൻ്റെ പുറകിൽ കിടന്ന് ഹോൺ മുഴക്കിയ പോലെ ഞാനും നല്ല രീതിയിൽ ഹോൺ അടിച്ചു. അതായത് KSRTC ഡ്രൈവർ ഹോൺ അടിച്ചതിന് പകരമായിട്ട് ഈ നടിയും പുറകിൽ കിടന്ന് ഹോൺ അടിച്ചുകൊണ്ടേയിരുന്നു. ഓക്കെ, വെരി ഫാസ്റ്റ് എനിക്ക് റിപ്ലൈ കിട്ടി. അദ്ദേഹം നടുറോഡിൽ വണ്ടി നിർത്തി. അത്രയും യാത്രക്കാരുണ്ടായിരിക്കെ റോക്കി ബായ് കളിക്കാൻ ഇറങ്ങി വന്നു. അയാൾ വളരെ മോശമായി തന്നെ ആണ് എന്നോട് സംസാരിച്ചതും. ഒരു സ്ത്രീയാണെന്നുള്ള യാതൊരു പരിഗണനയുമില്ലാതെ ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണനയുമില്ലാതെ എന്നെ മോശമായ വാക്കുകൾ എന്നോട് അയാൾ പറഞ്ഞു. ഷോ കാണിച്ച് അയാൾ വണ്ടി എടുത്തു പോകാൻ ഉണ്ടായത്. അയാൾ സംസാരിച്ചതിന് അമർഷം കുറച്ചൊന്നുമായിരുന്നില്ല. KSRTC കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരെ കയറ്റാൻ സൈഡാക്കി. ഞങ്ങൾ മുന്നോട്ട് പോരുകയും ചെയ്തു. അപ്പോഴാണ് MVDയെ കണ്ടത്. ഞാൻ വണ്ടി സൈഡാക്കി കാര്യങ്ങൾ വിശദമായി അവരോട് പറഞ്ഞു. അതായത് MVDയോട് അവരാ പറഞ്ഞെന്നു. അപ്പോൾ ഇനി MVD ഉദ്യോഗസ്ഥരും രംഗത്ത് വരും. അതായത് അന്ന് ഈ നടി ഞങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞ് കുറച്ച് MVD ഉദ്യോഗസ്ഥർ അന്ന് അതേ ഡേറ്റിൽ ആ ഏരിയയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കുറച്ച് MVD ഉദ്യോഗസ്ഥരോട് ഇനി രംഗത്ത് വരാനുണ്ട്. അകലെ നിന്ന് KSRTC ബസ് വരുന്നു. ഞാൻ പോലീസുകാരെ സംസാരിക്കുന്നത് കണ്ടത് ഈ ഡ്രൈവർ വീണ്ടും വണ്ടി അവിടെ നിർത്തി. അവിടെ കുറേ നാടകം കളിച്ചു അയാൾ. പോലീസുകാർ സംസാരിച്ച് സുലഭമാക്കി വിട്ടെങ്കിലും ഇയാൾ ഹീറോ ആയിരുന്നു. ഞാൻ വീട്ടിലെത്തിയിട്ടും വളരെ വിഷമിച്ചു. അയാളുടെ അത്ര മോശമായ സ്വഭാവത്തെ ഓർത്ത്. അതായത് അവർക്ക് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ ഏറ്റവും മോശം അനുഭവമായിട്ടാണ് ആ സ്ത്രീ അത് കണ്ടത്. ട്രിവാൻഡ്രം വണ്ടി ആയതുകൊണ്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറുടെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ KSRTC പുറകിൽ ഒരു നമ്പറുണ്ട്, അത് വിളിച്ച് കംപ്ലയിൻ്റ് ആക്കി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആ ബസ്സിൻ്റെ ഫോട്ടോ എടുത്ത് വച്ചിരുന്നു. അത് വെച്ച് നമ്പർ നോക്കിയപ്പോൾ അങ്ങനൊരു നമ്പർ നിലവിലില്ല. അയാൾക്കിപ്പോൾ എന്നെ
ഇങ്ങനെ ഒരു കേസ് വന്നത് സഹായമായി. മേയറോട് പോലും സംസാരിക്കുന്ന രീതി ഇങ്ങനെയെങ്കിൽ സാധാരണക്കാരിയായ എന്നോട് കാണിച്ചതിൽ യാതൊരു എന്തോ ഒരു ഇംഗ്ലീഷ് വാക്കാ വായിക്കാൻ പറ്റുന്നില്ല. സ്ഥിരം റോക്കി ബായി ആണ് പുള്ളി. ഇങ്ങനെയാണ് ഗസറ്റ് ഡ്രൈവർ ആയതുകൊണ്ട് യദുവിന് എന്ത് തോന്നിയവാസവും കാണിക്കാമെന്ന അഹങ്കാരം തന്നെയാണ്. അങ്ങനെയുള്ളവരെ സംരക്ഷിക്കാതെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ തക്കതായ ശിക്ഷ നൽകാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ശിക്ഷ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓഹോ, കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്നുകൊണ്ട് അദ്ദേഹം മറന്നിട്ടുണ്ടാകും. ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഈ പോസ്റ്റ് വിടുന്നത്. അയാൾ ഓടിച്ചിരുന്ന വാഹനത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു. വെറുതെ ആരും KSRTCൻ്റെ ഫോട്ടോ എടുത്ത് വെക്കാം, അതായത് വെറുതെ ആരും ഫോട്ടോ എടുത്ത് വെക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അവർ കൊടുത്ത KSRTC ബസ്സിൻ്റെ ഫോട്ടോ ഞാനൊന്ന് അപ്ലോഡ് ചെയ്യാം. ഒന്ന് കണ്ടു നോക്ക്. കണ്ടോ? അതിൻ്റെ അത് ഡേറ്റൊക്കെ നോക്കിക്കോ. കണ്ടില്ലേ? അത് വീഡിയോ പോലെ, അത് വീഡിയോയ്ക്കകത്ത് നിന്ന് എടുത്തേക്കുന്ന ഫോട്ടോ ആണത്. അത് ഫോട്ടോ വീഡിയോ എന്നാണ് നോക്കണം. അവർ ഫോട്ടോ എന്നാണ് പറഞ്ഞത്, പക്ഷേ വീഡിയോയിലെ സ്ക്രീൻഷോട്ട് ആണത്. ഓക്കെ, അത് കണ്ടില്ലേ? അതിൽ ഡേറ്റ് ശ്രദ്ധിച്ചില്ലേ? ജൂൺ 19. കണ്ടില്ലേ എല്ലാവരും? ഓക്കെ, ഇനി ഞാൻ ഇതേ നടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഫേസ്ബുക്കിനെ തന്നെ ആസ്പദമാക്കി ഈ വീഡിയോ ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ നടി പിന്നെ ആ ദിവസങ്ങളിൽ, അതായത് ഈ നടി യാത്ര ചെയ്തെന്ന് പറയുന്നില്ലേ, മലപ്പുറത്ത് എന്താ കല്യാണത്തിന് പോയെന്ന് പറഞ്ഞില്ലേ, ആ ദിവസത്തിലെ ആ സമയത്തുണ്ടായ കുറച്ച് അതിന് മുമ്പത്തെയും ശേഷമുള്ള പോസ്റ്റുകൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഫോട്ടോ ഉണ്ടോ? ഈ ഫോട്ടോ നടി എടുത്ത ഫോട്ടോ ആണ്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത അതിൻ്റെ ഡേറ്റ് ശ്രദ്ധിച്ചില്ലേ? ഇനി അടുത്തത് ഈ ഫോട്ടോ ഉണ്ടോ? ഇതിൻ്റെ ഡേറ്റ് ശ്രദ്ധിച്ചോ? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചോ? ആ പോസ്റ്റ് ചെയ്തേക്കുന്ന സ്ഥലം അതേ സെയിം പ്ലേസ് തന്നെയാണത്. ഓക്കെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചില്ലേ? ഇനി ഈ സംഭവം നടന്ന 19-ാമത്തെ പോസ്റ്റൊന്നും ഇല്ല. ഇതിന് ശേഷം 21-ാം തീയതി ഒരു പോസ്റ്റ് ഉണ്ടോ? 17-ാം തീയതിയും 21-ാം തീയതി പോസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്, സെയിം ബാക്ക്ഗ്രൗണ്ടാണ്. ഇതിനകത്ത് പക്ഷേ അപ്ലോഡ് ചെയ്തപ്പോൾ 21-ാം തീയതി ബാംഗ്ലൂരാണ് നടി. ബാംഗ്ലൂർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ആണ് ഫേസ്ബുക്കിൽ. കൂടുതലൊന്നും പറയണ്ടല്ലോ. നടി അന്നേരം കേരളത്തിലില്ല. ബാംഗ്ലൂർ നിൽക്കുന്ന നടി എങ്ങനെ ഇവിടെ എത്തി? അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ അവർക്ക് വിനയ എന്ന് പറയാം. അപ്പം അത്യാവശ്യം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കൊണ്ടുവരുമ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നും വേണമെന്നില്ല. പിന്നെ ആരെങ്കിലും പിള്ളേരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നടിയുടെ ഫോൺ നമ്പർ വെച്ചിട്ട് അവരന്ന് ഇവിടെ ആയിരുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് തരും. അങ്ങനെയുള്ള പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഇന്നത്തെ. എനിക്കറിയാവുന്ന ആൾക്കാരും ഇല്ല, നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ആ നടിയുടെ ഫോൺ നമ്പർ കിട്ടുമെന്നെങ്കിൽ ഒന്ന് ആ സമയത്ത് നടിയുടെ നെറ്റ്വർക്ക് ഏത് മൊബൈൽ ഏരിയയിലായിരുന്നു ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്ന്. മനസ്സിലായില്ലേ? ഇനി 100 വണ്ടി അല്ല, ഒരു വണ്ടി ആൾക്കാരെ കൊണ്ട് വരുന്നുള്ള കാര്യം സാക്ഷി പറയാനായിട്ടേ. ഒരു വണ്ടി ആൾക്കാരും മറ്റേ ഈ MBD ഉദ്യോഗസ്ഥരെ കൊണ്ടൊക്കെ വരുമെന്ന് ആർക്കറിയാം? കണ്ടിരുന്ന് കാണാം. യദുകൃഷ്ണ നിനക്ക് എന്താണ് സംഭവിക്കുന്നത്, റോക്ക് ബായി എന്നൊക്കെ വിളിച്ചിട്ടാ പാമ്പിടി ചെറുപ്പക്കാരനെ ജീവിക്കാൻ വേണ്ടി പഠിച്ച് എന്താ പറയുക, ഒരു ജോലി സാധാരണക്കാരനെ എത്തപ്പെടാൻ പറ്റാത്ത ഒരു എല്ലാവർക്കും ഒന്നും എത്തപ്പെടാൻ പറ്റുന്ന ഇതല്ല. മനസ്സിലായില്ലേ? ആ ഭാഗ്യമൊന്നും എല്ലാവർക്കും കിട്ടും. സർക്കാർ ഉദ്യോഗം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. പഠിച്ച് നല്ലപോലെ ഉറക്കം വിളിച്ച് പഠിച്ച് ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ട് അവിടുന്ന് വലിച്ച് താഴെ ഇടാൻ നോക്കുമ്പോൾ 750 ശമ്പളത്തിന് വേണ്ടി രാവിലെ കിടന്ന് ഓടുന്നൊരു ചെറുപ്പക്കാരനെ ഇങ്ങനെയൊക്കെ ചെയ്യണോ? എന്ത് ചെയ്യാനാണ്? അധികാരമുള്ളവരെന്തുവാന്നുള്ള അവസ്ഥയാണ്. ഇതോണക്കുള്ള ആൾക്കാരെ ഇനിയും കൊണ്ടുവരും. നടിയാണെന്നൊക്കെ പറയുന്നത്. ഏത് സിനിമയിൽ അഭിനയിച്ചെന്ന് ആർക്കറിയാം? നിങ്ങൾക്ക് ആർക്കും ആ നടി അഭിനയിച്ച സിനിമ അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. എനിക്കത് ഓർത്തപ്പോൾ ഇപ്പോഴത് അവസാനം അത് ഓർത്ത്. ഓക്കെ എങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ, പറയാനുള്ള ഇത്രയേ ഉള്ളായിരുന്നു. അപ്പം നടി ഇപ്പോൾ ബാംഗ്ലൂർ ആയ നടി ഡബിളെന്ന് പറയത്തില്ലേ, ജഗതി പറയത്തില്ലേ? ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.